ഹലോ ഗായ്സ്, അപ്പൊ ഞാൻ എന്റെ കുറെ വീഡിയോ ആയിട്ട് ഫെർട്ടിലൈസർ എങ്ങനെ യൂസ് ചെയ്യാമെന്നും ഫെർട്ടിലൈസർ കൊണ്ടുള്ള ഡെഫിഷ്യൻസിയിൽ കൊണ്ടുവരുന്ന രോഗങ്ങൾ ഏതൊക്കെയാണെന്നും എല്ലാം ഞാൻ പറയാനുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത് പൊട്ടാസ്യം ഡെഫിഷ്യൻസി കൊണ്ടുണ്ടാവുന്ന രോഗങ്ങളെ പറ്റിയാണ്. അപ്പോൾ ഗൈസ്, മഴ കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ചെടികളെല്ലാം അങ്ങ് വാടാൻ തുടങ്ങി. അപ്പോഴേക്കും എൻ്റെ കാരണം അന്വേഷിച്ച് ചെന്നപ്പോഴാണ് നമുക്ക് കിട്ടിയത് നമ്മുടെ ഈ ന്യൂട്രീഷൻ കുറവ് കൊണ്ടാണെന്ന്. അപ്പോഴാണ് ഓർത്തത്, അതായത് ഈ മഴയൊക്കെ ആകുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കൊടുക്കാൻ പറ്റുന്നില്ലായിരുന്നു, ഈ ഫെർട്ടിലൈസേഴ്സ് ഒന്നും കറക്റ്റായിട്ട്. അപ്പം അതെന്താന്ന് വെച്ചാൽ രാവിലെ ഡ്യൂട്ടിക്ക് പോകുമ്പം മഴ, തിരിച്ച് വരുമ്പം മഴ, അപ്പം ഇത് കറക്റ്റായിട്ട് കൊടുക്കാൻ പറ്റുന്നില്ല. അപ്പം അതിൻ്റെ എല്ലാ കുറവും നമ്മുടെ ചെടി കാണിക്കുന്നുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞ പോലെ തന്നെ പൊട്ടാസ്യം ഡെഫിഷ്യൻസിയാണ് നമ്മുടെ പ്ലാന്റിന് കാണിക്കുന്നത്. പൊട്ടാഷ് എന്നും അറിയപ്പെടുന്ന പൊട്ടാസ്യം ഇത് നമ്മുടെ ചെടികൾക്ക് പുതിയ മുകുളങ്ങൾ ഉണ്ടാകാനായിട്ട് സഹായിക്കുന്നു. ഇതിന്റെ അഭാവം ഇലകളുടെ അരികുകൾ മോശമാക്കുന്നു. പൊട്ടാസ്യം കുറവുള്ള ചെടികൾ വെയിൽ കൂടുതലുള്ള ദിവസങ്ങളിൽ വാടിപ്പോകാനുള്ള പ്രവണത കാണിക്കുന്നു. നമുക്ക് പെട്ടെന്ന് തന്നെ ഒരു ചെടിയുടെ പൊട്ടാസ്യം ഡെഫിഷ്യൻസി മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങളിപ്പോ ഈ കാണുന്ന ഈ ചെടി, അതിനകത്ത് മെയിനായിട്ടും കാണിക്കുന്നത് അതിന്റെ പൊട്ടാസ്യത്തിന്റെ കുറവാണ്. ഇലയ്ക്ക് മഞ്ഞ കളർ ആവുകയും ചെയ്യും, ഇലയുടെ അരികുകൾ കരിഞ്ഞു പോവുകയും ചെയ്യും. അതായത് മഞ്ഞ ഇലകളുടെ സൈഡ് വഴി ബ്രൗണിഷ് കളറിൽ നമുക്ക് കാണാൻ പറ്റും. കൂടാതെ മോശമായ പൂമൊട്ടുകളും നമുക്ക് കാണാം. പൊട്ടാസ്യമാണ് ഒരു ചെടിക്ക് പുതിയ മുകുളങ്ങൾ വരാനും അതിന്റെ വേരിന്റെ ഓട്ടത്തിനും നല്ല ശക്തിയായിട്ട് വളരാനും എല്ലാം സഹായിക്കുന്നത്. നമ്മൾ ഒഴിച്ചു കൊടുക്കുന്ന വെള്ളം ചെടി അബ്സോർബ് ചെയ്യും, പക്ഷെ അത് ചെടി തന്നെ നിലനിൽക്കണ്ടേ, അതിനായിട്ട് നമ്മുടെ ഈ പൊട്ടാസ്യം സഹായിക്കും. അതായത് വാട്ടർ ലോഗിങ് കപ്പാസിറ്റി ഓഫ് പ്ലാന്റ്, അത് നമ്മുടെ പൊട്ടാസ്യമാണ് നോക്കുന്നത്. അതുകൊണ്ടാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി ഉള്ള പ്ലാന്റുകളുടെ ഇലകൾ വെയിലുള്ള ദിവസങ്ങളിൽ പെട്ടെന്ന് കരിഞ്ഞു വരുന്നത്. നമുക്ക് പറ്റിയത് എന്താന്ന് വെച്ചാല്, നമ്മുടെ ചെടികൾക്ക് മഴക്കാലത്ത് തൊട്ട് കൊടുക്കാനും പറ്റിയില്ല ഫെർട്ടിലൈസർ ഒന്നും. പിന്നെ മഴയുടെ കുറച്ച് മാസം മുമ്പേ തന്നെ നമ്മൾ കൊടുത്തോണ്ടിരുന്ന DAP ആണ്. അപ്പൊ അതിനകത്താണെങ്കിൽ നമ്മുടെ പൊട്ടാസ്യവും ഇല്ല. അതുകൊണ്ട് തന്നെ നല്ല ഡെഫിഷ്യൻസി മിക്കവാറും തന്നെ എല്ലാ റോസിനും വന്നു. ആദ്യമൊക്കെ പൊട്ടാസ്യം കുറവ് വന്ന പ്ലാന്റിന് നമ്മൾ ഇങ്ങനെ കൊടുത്തതാണ്. അപ്പം ഇതുപോലൊരു കണക്കിനായി എത്തിയിട്ടുണ്ട്. ഒരു തവണ നമ്മുടെ പ്ലാന്റ്സിന്റെ ഒരു ന്യൂട്രീഷൻ ഡെഫിഷ്യൻസി വന്നു കഴിഞ്ഞാൽ അത് പിന്നെ നമ്മൾ ആ പ്ലാന്റ്സിനെ തിരിച്ച് അതുപോലെ തന്നെ കൊണ്ടുവരാൻ വളരെ പാടാണ്. നമ്മൾ ഒരുപാട് പേര് ശ്രമിച്ചെങ്കിലേ പറ്റത്തുള്ളൂ. പൊട്ടാസ്യം ഡെഫിഷ്യൻസി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. നമ്മുടെ ഇല കരിയുന്നതും പിന്നെ എത്ര വെള്ളം ഒഴിച്ച് കൊടുത്താലും ഒരു എനർജി ഇല്ലാതെ നിൽക്കുന്ന മുകുളങ്ങളും, ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് തന്നെ മനസ്സിലാവും. ആർക്കും മനസ്സിലാക്കാൻ പറ്റാവുന്ന പെട്ടെന്ന് തന്നെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു ഡെഫിഷ്യൻസിയാണ് പൊട്ടാസ്യം ഡെഫിഷ്യൻസി. കറക്റ്റ് സമയത്ത് നമ്മൾ ട്രീറ്റ് ചെയ്തില്ലെങ്കിൽ ചെടി മൊത്തത്തിൽ നശിച്ചു പോകത്തേ ഉള്ളൂ. അപ്പൊ നമ്മൾ NPK മാത്രം ഇനി ഇട്ട് കൊടുത്താൽ അത് അത്രയ്ക്ക് ഗുണം ചെയ്യത്തില്ല. കാരണം ഇത്രയും ഡെഫിഷ്യൻസി വന്നൊരു പ്ലാന്റിന് NPK പൊട്ടാസ്യം മാത്രം മതിയാവില്ല. അപ്പൊ അതുകൊണ്ട് നമ്മൾ അതിന്റെ കൂടെ ഇത്തിരി പൊട്ടാഷ്യം കൂടി മിക്സ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ചിലപ്പോൾ ഗുണം ചെയ്യും. അപ്പൊ ഞങ്ങൾ അങ്ങനെയാണ് കേട്ടോ ചെയ്തത്. അതായത് ഒരു സ്പൂൺ NPKയും പിന്നെ വേറൊരു സ്പൂൺ പൊട്ടാഷ്യം കൂടി എടുത്ത് രണ്ടും കൂടി മിക്സ് ചെയ്ത് എല്ലാ പ്ലാന്റിനും 1/2 സ്പൂൺ വീതം ഇട്ട് കൊടുത്തു. അപ്പൊ നമ്മുടെ ചെടിക്ക് വേണ്ട വേറെ 2 കൂടി ഉണ്ട്. അതായത് നമ്മുടെ നൈട്രജനും ഫോസ്ഫറസും, അത് രണ്ടും NPKയിൽ നിന്ന് തന്നെ അതിന് കിട്ടും. ഫോസ്ഫറസ് എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള വേരിനും ഒരുപാട് പൂക്കൾക്കും ആവശ്യമായ ഒരു ഘടകമാണ്. പൂമുകുളങ്ങൾ വിരിയാതെ കൊഴിഞ്ഞു പോകുന്നതിന്റെ മെയിൻ കാരണം നമ്മുടെ ഈ ഫോസ്ഫറസ് ഡെഫിഷ്യൻസി ആണ്. പിന്നെ മെയിൻ ആയിട്ട് നമുക്ക് വേണ്ട ഒരു ന്യൂട്രീഷൻ ആണ് നൈട്രജൻ. നൈട്രജൻ ഡെഫിഷ്യൻസി ആണെങ്കിൽ ഇലകൾക്ക് മഞ്ഞ കളർ വരും, പിന്നെ തണ്ട് മുരടിച്ചു പോകും, അതൊക്കെയാണ് ഉണ്ടാവുക. അപ്പൊ നമ്മൾ കൃത്യസമയത്ത് തന്നെ ഫെർട്ടിലൈസർ കൊടുത്തിട്ട് നമ്മൾ ചെടീനെ പരിപാലിക്കുകയാണെങ്കിൽ ചെടിക്ക് ഒരു കുഴപ്പവും ഇല്ലാണ്ട് അത് നിൽക്കും. അപ്പോൾ എൻ്റെ കുറച്ച് വീഡിയോകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് റോസ് പ്ലാന്റ്സിന് ഉണ്ടാവുന്ന ഡെഫിഷ്യൻസി മൂലമുള്ള രോഗങ്ങൾ ഏതൊക്കെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.